തൃശൂർ ദേശമംഗലത്ത് ഭാരതപ്പുഴയിൽ ഒഴുക്കിൽപ്പെട്ട് കാണാതായ 2 കുട്ടികളുടെ മൃതദേഹങ്ങൾ കണ്ടെടുത്തു. നാട്ടുകാരും പോലീസും ഫയർഫോഴ്സും ചേർന്ന് നടത്തിയ തെരച്ചിലാണ് ഒടുവിൽ കുട്ടികളുടെ മൃതദേഹങ്ങൾ കണ്ടെടുത്തത്. പട്ടാമ്പി, നിള, സേവന എന്നീ ആശുപത്രികളിലേക്ക് മൃതദേഹങ്ങൾ മാറ്റിയിട്ടുണ്ട്. ഒരു ആൺകുട്ടിയും പെൺകുട്ടിയുമാണ് മരിച്ചത്. സൂരജ് സജി അല്പനിമിഷങ്ങൾക്കകം നമുക്കൊപ്പം ചേരും. ഈ മഴക്കാലത്ത് കുട്ടികൾ, നീന്തറിയാത്ത കുട്ടികളെ പ്രത്യേകിച്ച് ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലേക്ക് കുളിക്കാൻ ഇറങ്ങരുതെന്ന് നമ്മൾ പലപ്പോഴും പറയാറുണ്ട്. ഇനി കുറ്റപ്പെടുത്തിയിട്ട് കാര്യമില്ല, സംഭവിക്കാനുള്ളത് സംഭവിച്ചു കഴിഞ്ഞു. ഈ ഈ ഈ ഈ വിരകത്തോട്, ഈ വേർപാടിനോട് ഈ കുട്ടികളുടെ വീട്ടുകാർ എങ്ങനെ പൊരുത്തപ്പെടും എന്ന് നമുക്കൊരു നിശ്ചയവുമില്ല. കാരണം അവർക്കായിരിക്കുമല്ലോ ഏറ്റവും വലിയ സങ്കടം എന്ന് പറയുന്നത്. സൂരജ് സജി തൃശ്ശൂരിൽ നിന്ന് വിവരങ്ങളുമായി ചേരുന്നു. സൂരജ് സജി, വിശദാംശങ്ങൾ. വൈകുന്നേരത്തോടു കൂടിയാണ് ഇത്തരത്തിൽ ഈ ദേശമംഗലത്ത് ഒരു കുട്ടി, അതായത് നമുക്ക് ലഭിക്കുന്ന ഇപ്രകാരമാണ്. അതായത് 6 വയസ്സ് പ്രായം തോന്നിക്കുന്ന ഒരു കുട്ടിയെ ഈ വെള്ളത്തിന് മുകളിൽ പൊങ്ങിക്കിടക്കുന്ന നിലയിൽ പ്രദേശവാസികൾ കണ്ടെത്തുകയായിരുന്നു. പിന്നീട് ഈ കുട്ടിയെ രക്ഷിച്ചതിന് ശേഷം ഈ കുട്ടിയോട് വിവരങ്ങൾ ചോദിച്ചപ്പോഴാണ് 2 പേർ കൂടി ഒഴുക്കിൽപ്പെട്ടിട്ടുണ്ടെന്ന വിവരം ഈ കുട്ടി ഇവർക്ക് കൈമാറുന്നത്. തുടർന്ന് ഈ വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് നാട്ടുകാരും പോലീസും എല്ലാം ചേർന്ന് വലിയ രീതിയിൽ ഈ മേഖലയിൽ തിരച്ചിൽ നടത്തിയത്. പിന്നീടാണ് ഈ 15ഉം അതുപോലെ തന്നെ 16 വയസ്സും പ്രായം തോന്നിക്കുന്ന ഒരു പെൺകുട്ടിയെയും ആൺകുട്ടിയെയും ഈ ഭാരതപ്പുഴയിൽ നിന്ന് കണ്ടെത്തുന്നത്. പക്ഷേ ഇവരെ രക്ഷിച്ച് കരക്കെത്തിച്ചെങ്കിൽ പോലും ജീവൻ രക്ഷിക്കാനായില്ല, അതിനുള്ളിൽ മരിച്ചിരുന്നു എന്നുള്ളതാണ് പറയുന്നത്. പിന്നീട് ഇവരെ പട്ടാമ്പിയിലെ ആശുപത്രിയിലേക്ക്, അത് നിള, സേവന എന്നീ 2 ആശുപത്രികളിലേക്ക് മാറ്റുകയായിരുന്നു. പക്ഷേ അപ്പോഴും അങ്ങോട്ടേക്ക് എത്തിക്കുമ്പോൾ പോലും ഈ ഹൃദയത്തിന് ചെറിയ ഇടുപ്പുണ്ടായിരുന്നത് കൊണ്ട് തന്നെ ജീവൻ രക്ഷിക്കാൻ കഴിയും എന്ന പ്രതീക്ഷയിലാണ് ഈ നാട്ടുകാരെല്ലാവരും തന്നെ എത്രയും പെട്ടെന്ന് ഇവരെ ആശുപത്രിയിലേക്ക് എത്തിച്ചത്. പക്ഷേ ജീവൻ രക്ഷിക്കാനായില്ല എന്ന സങ്കടകരമായ വാർത്തയാണ് അവിടെ നിന്ന് നമുക്ക് ലഭിക്കുന്നത്. എന്തായാലും ഭാരതപ്പുഴയിൽ കുറച്ച് ദിവസങ്ങളായി വലിയ രീതിയിൽ ജലനിരപ്പ് ഉയർന്നിട്ടുണ്ട്. ഇത് ശ്രദ്ധിക്കാതെ കുട്ടികൾ ഇങ്ങോട്ടേക്ക് കുളിക്കാൻ എത്തുന്നതാണ് തുടർച്ചയായി അപകടങ്ങൾക്ക് ഇടയാക്കുന്നത് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഓക്കെ, സൂരജ് സജിയാണ് വിവരങ്ങളുമായി നമുക്കൊപ്പം ചേർന്നത്.